പോയോട്ടോ. സെറ്റിലൊക്കെ പിടിച്ചോ. പൊട്ടിയ എൻ്റെ വിധി ചാവുക. ലക്ഷ്മീനെ പിടിച്ചോ. അടുത്ത ലക്ഷ്മി ചിന്നമാല പിടിച്ചോ. എന്താന്നൊക്കെ പിന്നെ പറഞ്ഞു. അപ്പളേ സാധനം ഒരു 1.5 വെടിക്കുള്ള സാധനം ഉണ്ട് അല്ലേ? ഫുള്ള് വെടിയാ. കമ്മി തോന്നുന്നുണ്ടോ? കൂടിയിട്ടുള്ളൂ അല്ലേ? പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ 2 ഇരട്ടി സാധനം ഉണ്ടാവും. മൊത്തം പാടെ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് ഇറക്കിയത് ഒരു 20 രൂപ പറഞ്ഞാൽ പോരെ? കമ്മിയാവും. ഇതൊക്കെ എത്ര തോന്നുന്നു നിങ്ങൾ കമന്റ് ചെയ്തോ? ഒരു പറഞ്ഞു വരുമ്പോൾ ഒരു 10-20 രൂപയ്ക്കുള്ള സാധനം ഉണ്ട്. പക്ഷെ നമ്മുടെ മറ്റേ ആലത്തൂരുള്ള മറ്റേ ഇതുണ്ടല്ലോ ഹിന്ദുസ്ഥാൻ സംഭവം, നമ്മളതിൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഷോട്ടിൽ നിന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കയറി വയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങിക്കോളെ. സാധനം കുറച്ചൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തടിച്ചു. പോരാത്തതിന് നല്ല ക്വാളിറ്റി ഉണ്ട്, റേറ്റ് നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് തരണമുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അവിടെ നിന്ന് വാങ്ങണം? നല്ല കാര്യമാണ്. എന്നുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ പൊട്ടി ഇറക്കാൻ പോണ സാധനമാണ്. ഒരു തീർന്നിട്ടില്ല, ഇനിയുണ്ട്. അല്ല തീരൂല, അതുകൊണ്ടോ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഒരു 10 മീറ്റർ ഉണ്ടാവും. 10 മീറ്റർ ഉണ്ടോ? ആ എന്തായാലും 1000-1500 മാല ഉണ്ട്. എന്നുണ്ടായാലും ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ ടോപ്പ് ക്ലാസ് ആക്കി ഇറക്കും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ സാധനമാണിത്. എന്തൊക്കെയാ വാങ്ങിയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, ചെറിയ സാധനം. ഇപ്പം അതെ കുട്ടികൾക്കുള്ള സാധനം എന്നാ കുറേ കയറ്റിച്ചോ കേട്ടോ. റെയിൻബോ ഡാഷ് അവിടെ ഉള്ളതിലും വെച്ചിട്ട് ഏറ്റവും വലിയ എന്താ മറ്റേ മേശപ്പൂ, എന്താ പൂക്കുറ്റി, ആ സുനാപ്പിളിയാണിത് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ജോക്കർ ബോംബ് അവിടെ ഉള്ളതിലും വെച്ചിട്ട് ഏറ്റവും വലിയ സാധനം. ഇപ്പോൾ ഓരോന്ന് തുറന്നിട്ട് ഉണ്ടോ, ഇതാണ് സാധനം. ടോപ്പ് ക്ലാസ് സാധനമാണ്. അത് ചോദിക്കും മുഴങ്ങാണെന്നിട്ട്. അപ്പോഴേ നല്ല അടിപൊളി IPL മാച്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ IPL സീസണിൽ തന്നെ നമുക്ക് കുറച്ച് പൈസ കൂടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1x Bet എന്ന് പറഞ്ഞ ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നമുക്ക് നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബെറ്റിംഗ് മാത്രമല്ല ഗീവ് അവേ ആയിട്ട് നല്ല അടിപൊളി കാറും ഐഫോണൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കയറുമ്പോൾ കൂടുതൽ ബോണസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 43,000 വരെ ബോണസ് കിട്ടാനുള്ള ചാൻസ്. ഇതിൽ ചില ഗെയിമുകളൊക്കെ അല്ലേ നോ റിസ്ക് പ്രഡിക്ഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രഡിക്ഷൻ തെറ്റി കഴിഞ്ഞാൽ പോലും അത് ബോണസായിട്ട് ആ പൈസ തിരിച്ചിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കളിക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ബെറ്റിംഗ് ആപ്പാണ്. അപ്പോൾ പൈസ ഇട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കളിക്കാൻ. ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വയ്ക്കണം. അപ്പോൾ സ്വന്തം റിസ്ക് കളിക്കുക. അവരുടെ പ്രൈവസി പോളിസിയൊക്കെ നേരെ വായിച്ചു നോക്കി മനസ്സിലാക്കി കളിക്കുക. അപ്പോൾ ഒരു ടൈപ്പ് 2 ടൈപ്പേ മേശപ്പൂവാണ്. അത്യാവശ്യം നല്ല കളറിൽ വിരണ ഈ സാധനമാണ്. ഇങ്ങനത്തെ 2 വെറൈറ്റിയും കൂടി ഉണ്ട്. ഓരോന്നും ഓരോ കളറും ഓരോന്ന് ചിലത് പൊട്ടണതാണ്. അങ്ങനത്തെ ടൈപ്പാണ്. ഇതേ ഏതെവിടെ ഇത് നമ്മുടെ ഡ്രോണ്. കത്തിച്ച് കഴിഞ്ഞാൽ നിലത്തുനിന്ന് റൗണ്ട് ഇറങ്ങി മേലെ പോയി കറങ്ങണ സാധനം. ഇത് മേശപ്പൂ തന്നെയാണ്. മറ്റേ ആപ്പിളിൻ്റെ സാധനം ഉണ്ടല്ലോ. വെറുതെ ഒന്ന് ഷോ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കാണിച്ചു തരാം. ആപ്പിൾ പറയുമ്പോഴേ എന്താ സാധനം എന്നുള്ളൊരു ഇതുണ്ടാവില്ല കേട്ടോ. വെറുതെ ഒരു പെട്ടിയിൽ മേശപ്പൂ ആക്കി വെച്ചിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ റെഡ് കളറിൽ ഈ സാധനം കത്തും. ഇതാക്കേണ്ട സാധനങ്ങൾ ആ പിന്നെന്താ എന്നപ്പം കാണിച്ചാൽ പോരെ അല്ലേ? കളിക്കും. ഇത് സിന്നതാവത് സ്കൈ ഷോട്ട് ചെറിയ സാധനം. മേലെ പോയി പൊട്ടാളോ. ലക്ഷ്മി അമ്മായി. അപ്പോൾ അതിൻ്റെ ചെറിയ ഗുണ്ട്, മറ്റേ ചോപ്പിൻ്റെ ചെറുത് അതിൽ തന്നെ വെച്ചോ. ഇതേ നമ്മളാ പറഞ്ഞ 1 മിനിറ്റ് നിന്ന് എത്തണ പൂക്കുറ്റിയാണ്. എന്ത് വലുപ്പുണ്ടോ നോക്കാലോ. എന്താ എപ്പോഴും കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വെച്ച് കത്തിച്ചാൽ മതി. വേറെ പരിപാടി ഇല്ല. അതെ പൊന്നോ ഇതെന്താ വലിയ കോൺ ഐസ്ക്രീം. ഇതൊരു മിനിറ്റ് കത്തിയില്ലെങ്കിലേ ഉള്ളൂ. കത്തേണ്ടതാണ്. ഷെല്ല് വലുപ്പം അധികമുള്ള സാധനങ്ങളും അതേമാതിരി അതിൽ വെറൈറ്റി വിരിയണ സാധനമാണ്. ഇത് 12ഉം ഇത് 9 അല്ലേ? അതെ
കാൻഡി ക്രഷ് മോട്ട് 10. ഇതേ നല്ല പവർ കൂടി മേലെ പോയി പൊട്ടണ അടിപൊളി സ്കൈ ഷോട്ടാണ്. അതിൻ്റെ ചെറിയ സാധനമാണ് ഇത്. ചെറുത് അത് 3 ഇഞ്ച് ഷെല്ല്, ഇത് 5 ഇഞ്ച് ഷെല്ല്. ഷെല്ല് അങ്ങനത്തെ സാധനമാണ്. എന്താണെങ്കിലും മേലെ പോയി കുട വിരിയും. മേലെ പോകുമ്പോൾ എന്തിനാ അളന്ന് നോക്കാൻ പറ്റില്ല. ഒറ്റ മടക്ക് മാല, 2 മടക്ക് മാലയുടെ ഒരു 10 കെട്ട്, പോരാത്തിന് അമരം കൂടിയ 50 എണ്ണത്തിൻ്റെ ഒരു 5 കെട്ട് മാല. അത് പിടിച്ചോ. പോരാത്തതിന് 1000 മാല. ഇതൊക്കെ വെറൈറ്റി സ്കൈ ഷോട്ട് കേട്ടോ. ഇത് 2 ടൈപ്പ് വേണം. ഒരെണ്ണം മേലെ പോയി, ഇത് മേലെ പോയി പൊട്ടും, ഇത് മേലെ പോയിട്ട് കറവറാന്ന് പറയും കേട്ടോ. മാജിക് മഷ്റൂം ഒരു ടൈപ്പ് എന്താ മറ്റേ മേശപ്പൂ തന്നെയാണ് സാധനം. എൻ്റെ ഉള്ളത്തെ സാധനം ഇപ്പോൾ ഞാൻ ഈ ബോക്സ് കയറട്ടോ. ഇത് പിടിച്ചോ കാണിച്ചെടുത്തോ മഷ്റൂം. എടോ ഇത് എന്ത് പാക്കിംഗ് ആണ്. ആൾക്കാർ പൊട്ടിച്ച് ആവണ്ടാച്ചിട്ട് ഇങ്ങനെ കണ്ടോ. ആ മേശപ്പൂ തന്നെ സാധനം. വെറൈറ്റി രീതിയിൽ കത്തി വരും. വേറെ കാര്യമൊന്നുമില്ല. ഒക്കെ വെറൈറ്റി ആണ്. ഇത് പൊട്ടണ കമ്പിട്ട് കേട്ടോ. ഉള്ളിലൊക്കെ കാണാൻ ഒരേ മാതിരി തന്നെയാണ്. പക്ഷെ സാധനം കറവറേറിന് പൊട്ടും. മറ്റേ സാധാ മാതിരി പൊട്ടണല്ല. ഒരു വെറൈറ്റി സാധനം കേട്ടോ. അത് 60 ഷോട്ടാണ്. 60 എണ്ണം മേലെ പോയി, അത് മേലെ പോയി പൊട്ടി കൊട വിരിയും. ഇത് നമ്മുടെ പുട്ടുംകുറ്റി. നല്ല മേലെ കയറി പറ വിരിഞ്ഞ് പൊട്ടും. അതെ, അജാതി വലിപ്പുള്ള ഷെല്ലാണ് ഉള്ളില്. ഇതല്ല, ഇതിലും വലിയ വെറൈറ്റികളും സാധനങ്ങളൊക്കെ ഇനി ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ട് കറക്കുന്നുണ്ട്. ഇതൊക്കെ പാടെ എന്താ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ അറിയില്ല. തീടാൻ പറ്റും ഒക്കെ പാടെ കൂട്ടിയിട്ട്. അപ്പം ഇനി സംഭവം നിലത്ത് കൂടെ കുറേ വെറൈറ്റി ഒക്കെ കറക്കുന്നുണ്ട്. നോക്കൊണ്ടേക്കോ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും വിഷുവിൻ്റെ തിരക്കിൽ ഈ സാധനം ഇത് പൊട്ടിക്കണം ഇന്നാണെന്ന് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സാധനം എടുത്ത് പറഞ്ഞു തന്നത്. കൂട്ടത്തിലേ വിട്ടുപോയ സാധനം കേട്ടോ. ഈ 2 ലഡ്ഡു മേശപ്പൂവാണ്. ഒരു വെറൈറ്റി മേശപ്പൂവാണ്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ വിഷുവിൻ്റെ അന്ന് പ്രതീക്ഷിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ തലേദിവസം നമ്മൾ കത്തിക്കുള്ളൂ. കാരണം അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് വിഷു അല്ലേ, കത്തിക്കണ്ടേ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ടോപ്പ് സാധനങ്ങൾ നല്ല നൂല് കെട്ടി ഇറങ്ങും. അപ്പോൾ വിഷുവിൻ്റെ അന്ന് വരെ കാത്തിരിക്കാവും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അടിപൊളിയായി കത്തിക്കും. ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവാം. നടന്നല്ലോ. വിഷുവിൻ്റെ അന്ന് വരും സാധനം.